വഗു, ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിന് ഏതോ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം അതല്ല. പ്രോബ്ലം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് പാസ്റ്റ് മറന്നിട്ട് ഈ പേഴ്സണെ ആദ്യം ഒരു ചാൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ ഈ റീഡിങ്ങിൽ ഇപ്പോൾ നമ്മൾ അതിലാണ് ഫോക്കസ് ചെയ്യാൻ പോണത്. എന്താണ് ഈ സിറ്റുവേഷൻ, ഈ പേഴ്സന്റെ ഇന്റൻഷൻ എന്താണ്, ഔട്ട്കം എന്തായിരിക്കും? അപ്പോൾ ഈ നമ്മൾക്ക് ഈ നിങ്ങളുടെ റീഡിങ്ങിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്താണ് മെസ്സേജ് പറയണമെന്ന് നിങ്ങളുടെ ടാരോ റീഡിങ്ങിൽ കാണാം. അപ്പോൾ വർഗോ, നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ കറണ്ട് ഫീലിങ്സ് റീഡിങ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇത് സൺസൈൻ, മൂൺ, അസെൻഡന്റ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് സൈനാണ്. അപ്പോൾ നിങ്ങളുടെ സൺസൈൻ ഒരു സൈനാണ്, മൂൺ സൈൻ വേറെയാണ് വെച്ചാൽ, നക്ഷത്രം വേറെ സൈനാണ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ നോക്കണം. എന്താ വെച്ചാൽ എല്ലാത്തിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ഉണ്ടാവും. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിംഗ് കൺസൾട്ടേഷനൊക്കെ പെയ്ഡ് സെഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. അപ്പോൾ 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വർഗോ നിങ്ങളുടെ ഓവറോൾ എനർജി. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. ഒരു പേഴ്സൺ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, മറ്റേ പേഴ്സൺ അതുമാതിരി എഫേർട്ട് ഇല്ല. അപ്പോൾ നിങ്ങളൊരു ഇംബാലൻസ് ഫീൽ ചെയ്യണു. എന്താണ് ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ കാണുന്നത്? പേജ് ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത്, കുറേ ഒരു എക്സൈറ്റിംഗ് എനർജി. അപ്പോൾ ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾ ആക്ച്വലി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കുറേ എക്സൈറ്റഡ് ആണ്. ഇതൊരു പുതിയ തുടക്കമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ എവിടെയോ നിങ്ങൾ നോട്ടീസ് ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ അത്ര എഫേർട്ട് ഇടുന്നില്ല. കുറച്ചൊരു ഇമ്മെച്യോറിറ്റി ഉണ്ട് ഈ പേഴ്സണിൽ. അവർ ഈ റിലേഷൻഷിപ്പിനെ സീരിയസ് ആയി എടുക്കുന്നില്ല നിങ്ങളെ മാതിരി. നിങ്ങൾ കുറേ ക്ലിയർ ആണ്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങളുടെ മനസ്സിലുള്ള റിലേഷൻഷിപ്പിനെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒട്ടുമില്ല. ഈ പേഴ്സന്റെ ഓവറോൾ എനർജി ജഡ്ജ്മെന്റ് ആണ്. അവരെന്തോ ഒരു തീരുമാനം എടുക്കാൻ നോക്കണു. എന്താണ് ഈ ജഡ്ജ്മെന്റ്? അവർ കൺഫ്യൂസ്ഡ് ആണ്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ വേറെ ഒരു ഓപ്ഷനും ഉണ്ടാവും, നിങ്ങളല്ലാണ്ട് വേറെ ഒരു പേഴ്സൺ ഉണ്ടാവും. അവർക്ക് മനസ്സിലാവില്ല എന്താ വേണ്ടതെന്ന്. വേറെ പേഴ്സൺ ഇല്ല വെച്ചാലും ഈ പേഴ്സൺ അവർ ഷുവർ അല്ല ഇത് വർക്കാവോ ഇല്ലേന്ന്. അപ്പം നിങ്ങളുടെ മുമ്പും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഇല്ലച്ചാൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അത് പക്ഷേ എന്തോ ഒരു സെപ്പറേഷനിൽ പോയി. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ രണ്ടാളും വെയിറ്റ് ആണ് ചെയ്യണത്. ഇവിടെ ഒരു സെപ്പറേറ്റഡ് എനർജി ഉണ്ട്. നിങ്ങൾ രണ്ടാളും ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഒരു കാർമിക് ജസ്റ്റിസ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങൾ രണ്ടാളും ഒരു റീകണക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. പാസ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടാളുടെ ഇടയ്ക്ക് വഴക്കുണ്ടായിരുന്നു, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ഒരാളുണ്ടായിരുന്നു, വേറെ ആൾക്കാർ ഇന്റർഫിയർ ചെയ്യാൻ എനർജി ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്കും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പേഴ്സൺ ഇവിടെ ഈ റിലേഷൻഷിപ്പ് വിട്ടുപോയി. എന്താ വെച്ചാൽ ഇവിടെ ഒരു ബിട്രേയലിന്റെ എനർജി കാണാണ്ട്. നിങ്ങൾ ഇപ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് 3 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ബിട്രേ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും അതൊന്ന് ഹീൽ ചെയ്തിട്ടില്ല. ഈ ബിട്രയൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു ഷോക്കിംഗ് ഇൻസിഡന്റ് ആയിരുന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യുമെന്ന്. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ കുറേ സമയമെടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ആ പേഴ്സൺ തിരിച്ചു വരണ്ടെങ്കിൽ നിങ്ങൾ ഷുവർ അല്ല ഇതെന്താ വേണ്ടേ, ഈ പേഴ്സണ് വേറെ ഒരു ചാൻസ് കൊടുക്കണോ. ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അവർക്കൊരു റീകണക്ഷൻ വേണം. അവര് ആദ്യം നിങ്ങളുടെ കൂടെ റീകണക്ട് ചെയ്യാൻ നോക്കണു. കുറെ ഇന്നർ സ്ട്രെങ്ത് ടാപ്പ് ചെയ്തിട്ടാണ് അവർ
ഈ സിറ്റുവേഷനിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർക്കൊരു പേടിയുണ്ട്, നിങ്ങൾ അവരെ കട്ട് ഓഫ് ചെയ്യും എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് അറിഞ്ഞിട്ടും ചിലപ്പോൾ അവർ ഒരു ചാൻസ് എടുക്കും. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് കപ്സ്. നിങ്ങൾക്ക് പാസ്റ്റിൻ്റെ കുറേ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ട് ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സണെ എവിടെയോ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പേടി എന്താ വെച്ചാൽ ഈ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല. നിങ്ങൾക്ക് ആദ്യം ഹേർട്ട് ആവണം എന്നില്ല. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ക്ലാരിറ്റി കൊണ്ടുവരാമെന്നാണ്. അവർ ഈ സ്റ്റാഗ്നൻറ്റ് ഫേസിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി അവർ കാര്യങ്ങൾ അവർ പറയാനാണ് വരണത്. അപ്പം എന്താണ് ഇവിടെ നിങ്ങളുടെ ആക്ഷൻ? നിങ്ങൾ വെയിറ്റ് ചെയ്യും. എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ സൈഡിൽ നിന്നായിരിക്കും ആക്ഷൻ ഉണ്ടാവുക. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഞാൻ കാണുന്നത് പാസ്റ്റിൻ്റെ ചില ഇഷ്യൂസ് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഈ പേഴ്സൻ്റെ ആക്ഷൻ 5 സോഡ്സ് ആണ്. ഇവിടെ ഇവരുടെ ആക്ഷൻ തന്നെ കുറച്ചൊരു നെഗറ്റീവ് മാതിരിയാണ്. 5 സോഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, കുറേ ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് ഉള്ള പേഴ്സൺ ആണ്. അതുകൊണ്ട് അവരുടെ ആക്ഷനും ഒരു സ്ട്രേറ്റ് ഫോർവേഡ് അല്ല, തിരിഞ്ഞ വളഞ്ഞ വഴി ആണ് അവർ അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് യൂസ് ചെയ്യണത്. 6 ഓഫ് വാൻഡ്സ് ഉണ്ട് ഇവിടെ. അവർക്ക് സക്സസ് വേണം എങ്ങനെയെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യണതും ഒരു ശരിയായ രീതിയിലല്ല. എന്തോ അവർക്ക് അവരുടെ എനർജിയിൽ തന്നെ ഒരു ശരിയല്ലാത്ത ഒരു ആക്ഷനാണ് കാണുന്നത്. അപ്പോൾ ഔട്ട്കം ഇവിടെ 9 ഓഫ് സോഡ്സ്, കുറേ സ്ട്രെസ്, ആങ്സൈറ്റി, ഒരു ലോസ് മാതിരി ഒരു ഫീലിംഗ്. മുമ്പോട്ടേക്ക് പോവാൻ ലൈക്ക് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ മുമ്പോട്ടേക്ക് പോവാൻ നോക്കണോ, പക്ഷേ കുറേ റിഗ്രറ്റ് ഉണ്ട് അവർക്ക്. പാസ്റ്റിൻ്റെ ഗിൽട്ടും അതൊക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ ശരിയാക്കി ഒരു പീസ്ഫുൾ എനർജിയാണ് വേണ്ടത്. ചിലവർക്ക് ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പിന് ആയിരിക്കില്ല വരുന്നുണ്ടാവുക, ഒരു ക്ലോഷറിന് വേണ്ടിയിട്ടും ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പം എന്താണ് ഇവിടെ മെസ്സേജ്? കോഡിപ്പെൻഡൻസി, അഡിക്ഷൻസ് ആർ എഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. അപ്പോൾ ഇവിടെ കോഡിപ്പെൻഡൻറ്റ് എനർജിയാണ് കൂടുതൽ കാണുന്നത്. ഈ പേഴ്സൺ ആക്ച്വലി അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ലവ് മാതിരി ഒരു എനർജി അല്ല കാണുന്നത്. പക്ഷേ അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു കോഡിപ്പെൻഡൻറ്റ് എനർജിയിലാണ് അവർ. ഹണിമൂൺ വന്നിട്ടുണ്ട്, എൻജോയ് ദ ബ്ലിസ് ഓഫ് ഹോളിഡേ ടൈം ടുഗെദർ. അപ്പോൾ എവിടെയോ ഇവിടെ അവർ ഒരു ട്രിപ്പ് എടുത്തിട്ടാണോ വരണേ, അതല്ല അവർ ചിലപ്പോൾ നിങ്ങളെ ഒരു ട്രിപ്പിന് കൊണ്ടുപോകാനുള്ള പ്ലാൻ ആണോ? എനിവേ ഇതാണ് നിങ്ങളുടെ മെസ്സേജ് വന്നിരിക്കണേ. ഇവിടെ ലീബ്ര ഉണ്ട്, പൈസീസ് ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, ലിയോ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സൈൻസ് ഇവിടെ കാണാനുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ആയിച്ച ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റിൽ യെസ്ന്ന് എഴുതുക. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്ത് എല്ലാം ഡീറ്റെയിൽസ് അയച്ചോളാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഞാൻ തിരിച്ചൊരു വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ അതുവരെ ടേക്ക് കെയർ.